കേരളത്തിന്റെ കൗമാര കലോത്സവത്തിന് അല്പസമയത്തിനുള്ളിൽ തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 24 വേദികളിലായി 239 മത്സര ഇനങ്ങളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുകയാണ്. അഖിൽ, കലാമാമാങ്കത്തിനുള്ള പതാക ഉയർന്നു കഴിഞ്ഞു. ഇനി ഔദ്യോഗിക ഉദ്ഘാടനമാണ്. കൃത്യം 10 മണിക്ക് തന്നെ ഔദ്യോഗിക ഉദ്ഘാടനം ആരംഭിക്കുമോ? തുടർന്നായിരിക്കുമോ വേദികളെല്ലാം സജീവമാകുന്നത്? എന്തായാലും 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അല്പസമയത്തിനകം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔപചാരികമായി തിരിതെളിക്കും. രാവിലെ 9 മണിയോടുകൂടി തന്നെ കൊല്ലത്ത് നടക്കുന്ന ഈ മഹാകലാമേളയ്ക്ക്, കൊല്ലം നിറവാൻ പോകുന്ന ഈ കലാമേളയ്ക്ക് പതാക ഉയർന്നു കഴിഞ്ഞു. എന്തായാലും വലിയ ആഘോഷത്തിന്റെയും ആരവത്തിന്റെയും ഒക്കെ നിറവിലാണ് നിലവിൽ കൊല്ലം ഇപ്പോൾ ഉള്ളത്. കാരണം നൂറുകണക്കിനാവുന്ന വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നു. അത് കാണാനായി ആയിരക്കണക്കിന് കലാപ്രേമികൾ കൊല്ലത്തിന്റെ 27 വേദികളിലായി എത്തുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ പ്രധാന വേദിയായ ആശ്രമ മൈതാനത്തിൽ ഉദ്ഘാടന വേദിയിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പുരാതനമായ പാരമ്പരാഗതമായിട്ടുള്ള മംഗലം കളി അവതരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുവിദ്യാഭ്യാസ മന്ത്രി ടി ശിവൻകുട്ടി, മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ, ചിഞ്ചുറാണി, ജയരാജൻ തുടങ്ങിയ മന്ത്രിമാരും ജനപ്രതിനിധികളും സാംസ്കാരിക രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും ഒക്കെ തന്നെ പ്രമുഖരുമടക്കം വലിയ ജനാവലിയാണ് ഇപ്പോൾ ആശ്രമ മൈതാനത്ത് എത്തിയിരിക്കുന്നത്. കാണുന്നതിലേക്ക് വേണ്ടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ കലാപ്രേമികളുമായിട്ട് തന്നെ ആയിരക്കണക്കിന് പേർ ഇവിടെ എത്തുന്നുണ്ട്. വലിയ ആഘോഷം, വലിയ ആരവം എന്തായാലും 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഓരോരുത്തരും വേദിയിലുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മംഗലം കളി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നെത്തുന്ന കലാപ്രതിഭകൾ, കലാതിലകങ്ങൾ മാറ്റുരയ്ക്കുന്ന സംസ്ഥാനത്തെ 62ാമത് സ്കൂൾ കലോത്സവത്തിന് ഔപചാരികമായി തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരിതെളിക്കും. വലിയ ആഘോഷത്തിന്റെ ഒരു ആരംഭത്തിൽ തന്നെയാണ് ഇപ്പോഴും കൊല്ലം നഗരമുള്ളത്. കാരണം ഇന്നലെ ഇവിടെ കോഴിക്കോട് നിന്നും നിലവിലത്തെ ചാമ്പ്യന്മാരായ കോഴിക്കോട് ജില്ലയിൽ നിന്നും സ്വർണ്ണ കപ്പ് കൊല്ലത്തേക്ക് എത്തിച്ചു. ഇത്തവണ കൊല്ലത്തിൽ നിന്നും ആരായിരിക്കും ആ സ്വർണ്ണ കപ്പ് കൊണ്ടുപോകുക എന്ന ഒരു ആകാംക്ഷയും വിദ്യാർത്ഥികളിലുണ്ട്. നമ്മൾ ഓരോ ജില്ലയിലെ വിദ്യാർത്ഥികളുമായി ഒക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥികൾ പറയുന്നത് ഇത്തവണത്തെ സ്വർണ്ണ കപ്പ് അത് ഞങ്ങളുടെ ജില്ലയ്ക്ക് സ്വന്തമാണ് എന്ന 14 ജില്ലയിൽ നിന്നും എത്തുന്ന വിദ്യാർത്ഥികൾ ഒരേ സ്വരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നതും ഒക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണത്തെ സ്കൂൾ കലോത്സവം അത് പ്രൗഢോജ്വലമായിരിക്കും, പ്രൗഢഗംഭീരമായിരിക്കും. കലാസ്നേഹികളുടെയും കലാപ്രേമികളുടെയും ഒക്കെ തന്നെ ഹൃദയങ്ങളിൽ കൊല്ലത്തിൽ 4ാമത് നടക്കുന്ന, കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 4ാമത്തെ തവണയാണ് സംസ്ഥാനത്തെ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ സ്കൂൾ കലോത്സവത്തിന് കൊല്ലം വേദിയാകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ആഘോഷവും കൊല്ലവും സ്വീകരിക്കുന്നുണ്ട്. കാരണം കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എങ്കിൽ ഈ കലയുടെ നിറ കണ്ട് അല്ലെങ്കിൽ നിറക്കൂട്ട് കണ്ട് ഒരു കലാപ്രേമി പോലും കൊല്ലത്തിന്റെ നഗര ഹൃദയ ഭൂമികളിൽ നിന്നും പോകാത്തത് തരത്തിലുള്ള അത്രമാത്രമുള്ള ഒരു സന്തോഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇന്ന് ആരംഭിക്കുന്ന ഈ കലോത്സവം 5 ദിവസത്തോളമായിരിക്കും ഈ കലോത്സവത്തിന് ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഒരു പ്രകടനത്തിന് ശേഷം സ്വാഗതഗാനമായിരിക്കും. നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ സ്വാഗതഗാനം എല്ലാ തവണയും ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് അതിന്റെ സ്വാഗതഗാനമാണ്. ഇത്തവണത്തെ സ്വാഗതഗാനത്തിനോടൊപ്പം തന്നെ പ്രശസ്തമായ ചലച്ചിത്ര താരം ആശാ ശരത്ത് അതിന്റെ ദൃശ്യാവിഷ്കാരത്തിൽ ചുവടുവെക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അല്പസമയത്തിനകം പിന്നെ ഈ പ്രധാന വേദിയുടെ തിരശീല ഉയരുന്നത് കേരളത്തിന്റെ ഈ മഹാ ഉത്സവത്തിന്, കലയുടെ ഈ ഉത്സവരാവിനുള്ള ഒരു തിരശീല ഉയരത്തെയായിരിക്കും ഇനി ഉണ്ടാവുക. ഇനി തിരശീല ഉയരുമ്പോൾ ഉണ്ടാകുന്ന ദൃശ്യാവിഷ്കാരം എന്ന് പറയുന്നത് തന്നെ ഈ കലോത്സവത്തിന്റെ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിന് വേണ്ടിയിട്ടുള്ള തിരിതെളിയിക്കലായിരിക്കും എന്നുള്ള ഇതോടുകൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആഘോഷത്തിന്റെ ആരവത്തിന്റെ ആനന്ദത്തിന്റെ ഒക്കെ തന്നെ. അതെ, അഖിൽ പറഞ്ഞതുപോലെ 62ാമത് സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണരുമ്പോൾ നമുക്കറിയാം
നമുക്കറിയാം 15 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലം ആതിഥ്യമരുളുന്നത്. അങ്ങേയറ്റം ആവേശത്തിലാണ് കൊല്ലം ജില്ല. വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചു കഴിഞ്ഞു. കുറ്റമറ്റ രീതിയിൽ തന്നെ കലോത്സവം നടത്തണമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് സംഘാടകരും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളുമെല്ലാം. അതുമാത്രമല്ല ഗ്രീൻ പ്രോട്ടോകോൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ക്രമീകരണങ്ങളിലൊക്കെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ പൂർണ്ണ തൃപ്തരാണോ? വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോകാനുള്ള അവസരം, ഭക്ഷണ ക്രമീകരണം, താമസ ക്രമീകരണം ഇവയൊക്കെ ഭംഗിയായി തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? നമ്മളോട് വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. കാരണം ഒരു തരത്തിലുമുള്ള പരാതികളില്ലാതെ, വിവാദങ്ങളില്ലാതെ, പ്രതിബന്ധങ്ങളില്ലാതെ അല്ലെങ്കിൽ ആഗ്രഹം നമ്മളോട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നതാണ്. എന്തായാലും 27ഓളം വരുന്ന വേദികളിലാണ് ഏകദേശം 24,000-ഓളം വരുന്ന ഒരു കലാപ്രതിഭകൾ മാറ്റിവെക്കുന്നത്. 14 ജില്ലകളിൽ കലാപ്രതിഭകൾ മാറ്റിവെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ആവേശത്തിനും അപ്പുറത്ത് ആനന്ദം കൂടിയാണ്. കാരണം അവരുടെ കലാവാസനകൾ സംസ്ഥാനത്തിന്റെ ഈ മണ്ണിൽ, സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസം കയ്യോട് പിടിച്ചുയർത്തുന്നത് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേദികളിൽ നിന്നും വേദികളിലേക്ക് വിദ്യാർത്ഥികളുടെ പാട്ടിലിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ചില വിമർശനങ്ങൾ ചില അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട്. കാരണം ചൂടാണ്, നമുക്കറിയാവുന്നത് പോലെ വലിയ ഒരു ചൂട് ഇപ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ അനുഭവിക്കാൻ സാധിക്കുന്ന ആ ചൂടിനെ കലയുന്ന സംഗീതം കൊണ്ട്, കലയുന്ന ആ മാന്ത്രിക തണുപ്പ് കൊണ്ട് നമുക്ക് പ്രചോദിപ്പിക്കാൻ സാധിക്കണമെന്ന ഒരു ആവേശമാണ് വിദ്യാർത്ഥികളുടെ മുന്നിൽ നിന്നുണ്ടാകുന്നത്. കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മത്സരത്തിൽ പങ്കെടുക്കുക, മത്സരത്തിനോടൊപ്പം അവർക്ക് വിജയത്തിന്റെ പതാക പാറിക്കുക എന്നതാണ്, അതിന്റെ കിരീടം ചൂടുക എന്നതാണ് അവർ ഏറ്റവും മുൻപന്തിയിൽ ആഗ്രഹമായി മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും അധ്യാപകരും അനധ്യാപകരും രക്ഷകർത്താക്കളും നൂറുകണക്കിന് വരുന്ന വിദ്യാർത്ഥികളും ഒക്കെ തന്നെ വലിയ ആവേശത്തോടു കൂടി തന്നെ മാറ്റുരയ്ക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് ഈ കൊല്ലത്ത് നടക്കുന്ന ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ തിരശ്ശീല ഉയരുമ്പോൾ ഉയരുന്ന ആ നാദത്തോടെ, ആ മണിമുഴക്കത്തോടു കൂടി തന്നെ, വലിയ ആരവത്തോടു കൂടി തന്നെ ഈ ആരംഭിക്കുന്ന സ്വാഗത ഗാനത്തോടു കൂടി തന്നെ വലിയ ആഘോഷങ്ങൾക്ക് തിരിതെളിയും. എന്തായാലും അതിന് നിമിഷങ്ങൾ മാത്രമാണ്. ആ നിമിഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടാകുന്നത് 5 രാവും പകലും നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവ പ്രതീതി തന്നെയായിരിക്കുമെന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്, അറിയാൻ സാധിക്കുന്നത്, അനുഭവിക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുഴുവൻ സംവിധാനവും, പൊതുവിദ്യാഭ്യാസത്തിന്റെയും സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സമൂഹവും സംഘടനകളും ഒക്കെ തന്നെ ഒരുപോലെ തന്നെ മാറ്റുരയ്ക്കുന്നു എന്നതാണ്. ഇതാ ഇത്തവണത്തെ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗതത്തിന് വേണ്ടിയിട്ടുള്ള തിരിച്ചെഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വലിയ റിച്ചാർജ് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ അതിനുവേണ്ടി ഇവിടെ വേദിയിൽ കലാപരിപാടികൾ അരങ്ങേറുകയാണ്.